ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ നയന ആദർശിൻ്റെ പുതിയ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ നമ്മുടെ നയന അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നയന എന്തായാലും നയനയുടെ നന്ദനം വീട്ടിലേക്ക് പോയപ്പോൾ ഒന്നും നയനയ്ക്ക് ചെറിയൊരു സൂചന മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നയന എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ നയനയുടെ കയ്യിലേക്ക് ശരിക്കുള്ള തെളിവുകൾ കിട്ടുകയാണ്. അനിയും നമ്മുടെ നന്ദുവും തമ്മിൽ അടുപ്പമുണ്ടെന്ന്. അങ്ങനെ നയനയ്ക്കൊരു സംശയം തോന്നി. നയന ചെന്ന് പിന്നെ നമ്മുടെ അനിയുടെ റൂമിലേക്ക് കയറുകയാണ്. എന്നിട്ട് അനിയുടെ പറയുകയാണ്, എനിക്ക് അനിയുടെ പാസ്വേഡ് അറിയാമല്ലോ, അപ്പോൾ പിന്നെ ഞാൻ നോക്കട്ടെ അവൻ ആരെയായി വിളിക്കുന്നതെന്ന്. അങ്ങനെ അനിയുടെ പാസ്വേഡ് എടുത്ത് നോക്കുമ്പോൾ അനി നന്ദനം എന്ന് പറഞ്ഞാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പം നന്ദനം ഒത്തിരി തവണ വിളിക്കാറുണ്ട്, കാണാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാം, അതായത് നന്ദന് മെസ്സേജ് ചെയ്യുന്നതും നന്ദനെ വിളിക്കുന്നതുമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ നയന കണ്ടുപിടിച്ചു. എന്നിട്ട് നയനയ്ക്ക് ബോധ്യമായി നമ്മുടെ നന്ദുവിനെയാണ് അനി വിളിക്കുന്നതെന്ന്. എന്നിട്ട് നയന അത് നമ്മുടെ കനകയോട് പറയാനായിട്ട് താഴേക്ക് കിച്ചണിലേക്ക് ചെല്ലുമ്പോൾ അതിന് മുന്നേ കനക ഇങ്ങനെ മിക്സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കനകയ്ക്കൊരു ഫോൺ വരുന്നുണ്ട്. അത് ഗോവിന്ദനാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഗോവിന്ദേട്ട പറഞ്ഞു എന്ന്. അപ്പോൾ പറയുന്നു, ഇങ്ങനെ നയന വന്നിരുന്നു, അവൾക്ക് എന്തോ ചെറിയ ഡൗട്ട് പോലെ എന്നൊക്കെ പറയുമ്പം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ഗോവിന്ദേട്ട, ഇവിടെ വന്നപ്പോൾ എന്നോട് സംസാരിച്ചു, പക്ഷേ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനക പറയുമ്പോൾ അവർ നന്ദുവിൻ്റെ കാര്യം പറയണം. എന്തായാലും ഗോവിന്ദേട്ട അവർ തമ്മിൽ ഇനി കാണാൻ പാടില്ല, അവർ തമ്മിൽ ഇനി കാണരുത്. ഗോവിന്ദേട്ടൻ നന്നായിട്ട് നന്ദുവിനെ ഒന്ന് ഉപദേശിക്കണം. കാര്യം നന്ദു ഇനി ഒത്തിരി അങ്ങനെ ഉപദേശിച്ച് മാത്രമേ നമുക്കിനി അവളെ നേർവഴിക്ക് നടത്താൻ കഴിയുള്ളൂ. അവൾ ഇങ്ങനെ പോകുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനക പറയുകയാണ്. അപ്പോൾ ഈ കനക പറഞ്ഞ് തീർന്ന് ഇങ്ങനെ തിരിയുമ്പോൾ തന്നെ നമ്മുടെ നയന അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കനക ഇങ്ങനെ പെട്ടെന്ന് അന്തം വിട്ടു പോയി. അപ്പം നയന പറയുന്നുണ്ട്, അപ്പം അമ്മയ്ക്കും അറിയായിരുന്നല്ലേ കാര്യങ്ങളെല്ലാം എന്ന്. എന്താ മോളെ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്ന് നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, അമ്മയ്ക്കും അറിയാമായിരുന്നു, എല്ലാവരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെച്ചതായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛനോട് പറയുന്നതെല്ലാം ഞാൻ കേട്ടു, നമ്മുടെ നന്ദുവിന് അടുപ്പമുള്ളത് അനിയായിട്ടായിരുന്നല്ലേ എന്നൊക്കെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, മോളെ ഞാൻ എങ്ങനെയാണ് അത് പറയേണ്ടത്, ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണം മുടക്കുകയാണെങ്കിൽ മനഃപൂർവ്വം എൻ്റെ അടുത്ത മകളെയും കൂടി ഇവിടെ വിടാനുള്ള ഒരു ഞാൻ തയ്യാറാക്കിയൊരു പ്ലാൻ എന്നേ ഇവിടെ ഉള്ളവരെല്ലാവരും കരുതുള്ളൂ. മൂർത്തി സാർ വാക്ക് കൊടുത്തതാണ്. അപ്പോൾ പിന്നെ മൂർത്തി സാറും വിചാരിക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നതാണെന്ന്. ഞാനും ഗോവിന്ദേട്ടനും കൂടി ഞങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നോക്കിയിട്ടുള്ളത്. അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല മോളെ. അതുകൊണ്ട് മോളെ അമ്മയെ മാത്രമല്ല അച്ഛനെയും ഒന്നും വിചാരിക്കരുത്. അവളോട് ഞങ്ങൾ പറഞ്ഞ് നേർവഴി കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അമ്മ ഇത് അനാമികയും അറിഞ്ഞ കാര്യമാണ്, പിന്നെ എന്ത് ചെയ്യും അമ്മേ നമ്മൾ എന്നൊക്കെ ചോദിക്കുമ്പം പറയും, അതെനിക്കറിയില്ല മോൾ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി അനിയുടെ മനസ്സൊന്ന് മാറ്റണം, എന്നിട്ട് അനിയെ നേർവഴിക്ക് നടത്തണം എന്നൊക്കെ നമ്മുടെ കനക ആരോടാ നയനോട് പറയാണ്. അപ്പോൾ ഈ നയന ഇതൊക്കെ സങ്കടത്തോടെ ഞാൻ എന്ത് ചെയ്യണം, ഇനി എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നയന പോയിട്ട് അപ്പോൾ മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുന്ന മുത്തശ്ശിയും കൊടുത്ത വാക്കുകളെല്ലാം ഇങ്ങനെ നയന ഓർക്കുകയാണ്. അപ്പോഴത്തേക്കും നയനയ്ക്ക് എന്ത് ചെയ്യണമെന്നോ ഏത് ചെയ്യണമെന്നോ നന്ദുവിന് എന്ത് ചെയ്യണമെന്നോ എന്നിട്ടും പറയുകയാണ്, നന്ദുവിനെ പറഞ്ഞ് വിലക്കണം, ഇനി നന്ദു അനിയുടെ വിവാഹം കഴിയുന്നത് വരെ അവർ തമ്മിൽ ഒരുമിച്ച് കാണരുതെന്നൊക്കെ നമ്മുടെ നയന പറയുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദു ആണെങ്കിൽ ഒത്തിരി സങ്കടത്തോടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദൻ ചെന്ന് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, മോളെ എന്തായാലും മോളോട് മാത്രം, അതായത് മോൾ എപ്പോഴും ആൺകുട്ടികളുമായിട്ട് നല്ല അടുപ്പമായിരുന്നു, അപ്പോഴൊന്നും അച്ഛനും അമ്മയ്ക്ക് ഇത്രയും പ്രയാസം ഉണ്ടായിട്ടില്ല, നീ നേർവഴിക്ക് പോകുമെന്ന് ഞങ്ങൾ കരുതിയിട്ടുള്ളൂ, പക്ഷേ ഇതിപ്പോൾ എന്ത് മോളെ, മോൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ. അന്നേരം നന്ദു പറയുന്നുണ്ട്, എനിക്കറിയില്ല അച്ഛാ, അനി എപ്പോഴാണ് എൻ്റെ മനസ്സിൽ കയറി വന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും അനിയോട് കൂടുതലായിട്ടൊന്നും അങ്ങനെ പറഞ്ഞ് മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ, പക്ഷേ അച്ഛൻ എന്നെ വേറൊരു രീതിയിലൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഗോവിന്ദനോട് ചേർന്ന് നിന്ന് കരയുകയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞങ്ങളിപ്പോൾ ഒരു മോൾ നീയുണ്ട്, അപ്പോൾ നീയെങ്കിലും നല്ലൊരു നമുക്ക് കയറി ചെല്ലാൻ പറ്റി നമ്മൾ സ്വാതന്ത്ര്യത്തോടെ സ്വീകരിക്കുന്ന ഒരു വീട്ടിലേക്ക് വേണം നീ ചെല്ലാനുള്ളത്. ഇപ്പോൾ നിനക്കറിയാമല്ലോ, നിൻ്റെ 2 ചേച്ചിമാർ അനന്തപുരിയിലുണ്ട്, പക്ഷേ അവർക്കോ അവിടെ ഒരു സമാധാനമോ സന്തോഷമോ ഒന്നുമില്ല. മാത്രമല്ല നമ്മളാരെങ്കിലും ചെന്നാൽ പോലും അവർക്ക് നമ്മളോട് ദേഷ്യമാണ്. കാര്യം അവർക്ക് ഒപ്പമുള്ള ഒരു യോഗ്യത നമുക്കില്ല എന്ന് പേര് പറഞ്ഞ്. അതുകൊണ്ട് എൻ്റെ മോൾ അങ്ങനെ ഉണ്ടാവരുത്, ഹനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും മോൾ വേണം പറഞ്ഞത് തിരുത്തേണ്ടതെന്നൊക്കെ. അച്ഛൻ ഞാൻ അതിന് ഇല്ല അച്ഛൻ, ഒന്നുമില്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ
അനി ഇങ്ങനെ സങ്കടത്തോടെ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയില്ല, നീ കല്യാണത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ വിചാരിക്കേണ്ട ഇത് ഡേറ്റ് മാറുമെന്ന്. നീ ആദർശനോട് നൈനയോടൊക്കെ ഓരോന്ന് പറയുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു, പക്ഷേ ഡേറ്റ് മാറുമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, വേറൊന്നും വേണ്ട, ഡേറ്റ് ഒന്ന് മാറ്റി കിട്ടിയാൽ മതി. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എണീറ്റ് പോടാ, നിൻ്റെ വാചകം ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട എന്ന്. അപ്പോഴത്തേക്ക് അനിയൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുകയാണ്, എപ്പോഴാണ് അനാമിക എന്ന് പറയുന്നത് നല്ലൊരു കുട്ടിയാണ്, അവളെ നീ സ്വീകരിക്കണം മോനെ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ കല്യാണത്തിൻ്റെ ഡേറ്റ് ഒന്നും ഇനി മാറ്റുന്നതല്ല, എന്തായാലും കല്യാണം നീ കഴിച്ചേ പറ്റൂ, അതിന് നീ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ അനിയോട് പറയണം. അപ്പോൾ എനിക്കിത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് അനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും കൂടി ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുന്നുമുണ്ട്. എന്നിട്ട് ഇതിനിടയിൽ നമ്മുടെ അനി പറയുകയാണ്, അവൾക്കൊരു പക്വതയില്ല, അവളുടെ സംസാരവും അവളുടെ പ്രവൃത്തിയും അനാമിക എന്ന് പറഞ്ഞൊരു കുട്ടിയും ഞാൻ ഇങ്ങനെ മുത്തശ്ശ ശരിയാക്കി എടുക്കുന്നത്, അവൾക്കൊരു പക്വത കുറവുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നീ പോടോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുമ്പം പിന്നെ അവനൊന്നും പറയാൻ കഴിയുന്നില്ല. എന്നിട്ടും പറയുകയാണ് മുത്തശ്ശൻ, ഇങ്ങനൊരു ഇനി കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇനി നിങ്ങൾ കാണത്തില്ല എന്നൊക്കെ. അപ്പം എനിക്ക് പിന്നെ ഒന്നും എതിർത്ത് പറയാനും കഴിയുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നയന ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സങ്കടത്തോടെ. ഇവരുടെ കാര്യങ്ങൾ ഓർത്ത് കരയുമ്പോൾ നമ്മുടെ ജലജയും ദേവയാനിയും വരുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അവളെന്തോ ഓർത്ത് കരയാണല്ലോ ഏട്ടത്തിന്ന്. അങ്ങനെ അവർ, നീ എന്തിനാടി കരയുന്നത്? ഞാൻ കരയുന്നത് എൻ്റെ കാര്യങ്ങൾക്കല്ല. അപ്പോൾ നമ്മുടെ ജലജ എടുത്ത ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തോ നീ നിൻ്റെ കാമുകനെ ഓർത്ത് കരയുകയാണോ എന്ന്. അപ്പോൾ പറയും, നിങ്ങളുടെ പാരമ്പര്യം എനിക്കില്ല എന്നൊക്കെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും എന്നെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്തേ കരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ പറയുമ്പോൾ നിൻ്റെ വീട്ടുകാരാണല്ലോ, നീ അവരെ ഓർത്താണോ ഇപ്പോൾ കരയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ നിൻ്റെ ഒരു ചേച്ചി ഉണ്ടല്ലോ, അവൾ കാണിച്ചതിൻ്റെ അത്രയൊന്നും ഇവിടെ ആരും കാണിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചേച്ചി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരാ കൂട്ട് നിന്നതൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് അന്വേഷിക്കുമ്പോൾ ആരാണെന്നുള്ളത് നമുക്ക് വെളിച്ചത്ത് വരും. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതെ, അതാരാണെന്ന് നമുക്കും അറിയണമല്ലോ, ഞാനും ആദർശനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മുടെ നയന ചെന്ന ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇത്രയും ദിവസമാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട പറയണ്ട, ചായ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും, ഒന്നുമില്ലെങ്കിലും ബ്ലാക്ക് ടീ എങ്കിലും കൊണ്ടുവരും. ഇതിപ്പോൾ ബ്ലാക്ക് ടീ ഇല്ല, വൈറ്റ് ടീ ഇല്ല, നിനക്ക് എന്താ പറ്റി? അപ്പോൾ ഇവളിതൊന്നും അറിയുന്നില്ല, ഇവൾ മറ്റെന്തോ ലോകത്തിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നയന. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെന്തോ ആലോചിക്കുകയാണല്ലോ, ഇവൾക്ക് ഇതെന്താ പറ്റിയതെന്നൊക്കെ നമ്മുടെ ആദർശ് തിരക്കുന്നുണ്ട്. അന്നേരം നയന ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതാണ്. എന്നിട്ട് ചായ എടുക്കാൻ പോകുന്നുണ്ട്. ഇതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്.